നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. ആരാണ് ഈശ്വരൻ? എന്താണ് ഈശ്വര സങ്കല്പം? ആരാണ് ദൈവം? എന്താണ് ദൈവസങ്കല്പം? ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആയൊരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ദൈവം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇറങ്ങി പുറപ്പെട്ട് ആകെ തർക്കവും വഴക്കുമൊക്കെ നടക്കുന്നത്. ഈശ്വരൻ എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത്, ക്ഷയമില്ലാത്തത് എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. ക്ഷയമില്ലാത്തത് എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്തത്, അത് ഉണ്ടായതല്ല, ഇവിടെ ഉള്ളതാണ്, എല്ലാ കാലവും ഇവിടെ ഉണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ ദ്യോതിപ്പിക്കുന്നത്, നമ്മളിൽ ജനിപ്പിക്കുന്നത്, നമ്മളെ അറിയിപ്പിക്കുന്നത്, നമ്മളെ അറിയിക്കൽ ആരാണോ അതാണ് ദൈവം. ഇപ്പം എന്താണ് അറിയിക്കൽ? എന്താണ് നാശമില്ലാത്ത ഉള്ളത് ഇവിടെ? അമ്പലം വേറൊരു കൺസെപ്റ്റാണ്. അമ്പലം വിശേഷാൽ ഗ്രഹിക്കേണ്ട വിഗ്രഹം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്ത ഒരു സ്ഥലം എന്നുള്ള കൺസെപ്റ്റിൽ മൂർത്തി സമ്പ്രദായം വേറെ, ത്രിമൂർത്തി സമ്പ്രദായം വേറെ, ദേവതാ സമ്പ്രദായം വേറെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വര സിദ്ധാന്തം, വൈഷ്ണവ ശൈവ സിദ്ധാന്തം, അതുപോലെ ആദിപരാശക്തിയുടെ സിദ്ധാന്തം, ശാക്തേയ സിദ്ധാന്തം, ദേവി മഹാത്മ്യത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല സ്ട്രീമിലാണ് ഇതിൻ്റെ ഈ സങ്കല്പത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ട്രീമിലും ഈ സങ്കല്പത്തെ കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഈ സങ്കല്പങ്ങൾ വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ മൂലാധാരം എന്താണ്? ഇതിൻ്റെ അടിസ്ഥാന ഘടകം എവിടെയാണ്? എവിടെ നിന്നാണ് ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെ നിന്നാണ് ഈ ബ്രാഞ്ചസ് ഇത്രയും ഉണ്ടായത്? ആദ്യകാലത്ത്, ഞാൻ ആധുനിക ശാസ്ത്രവുമായി ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എളുപ്പമായിരിക്കും. പഴയ കാലത്ത് നമ്മുടെ വൈദ്യന്മാർ നാഡികൾ പിടിച്ചു നോക്കിയും കണ്ണ് പിടിച്ചു നോക്കിയും ഒരു നാഡിയുടെ സ്പന്ദനം നോക്കിയും രോഗലക്ഷണങ്ങൾ പറഞ്ഞു കേട്ടുമൊക്കെ രോഗം നിർണ്ണയിക്കുമായിരുന്നു. അതൊരു കാലഘട്ടം. അടുത്ത കാലഘട്ടം വരുമ്പോൾ ആധുനിക ശാസ്ത്രം കൂടി വന്നപ്പോൾ ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ചികിത്സാ രീതികൾ വന്നു. അതിനു മുമ്പ് അങ്ങനെയാണ്. ആയുർവേദത്തിൽ ഇപ്പോഴും അങ്ങനെയാണ്. ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഹോമിയോ ആയുർവേദം ഇപ്പോഴും അങ്ങനെയാണ്. ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ചികിത്സാ രീതികളാണ്. അതേസമയം മറ്റത് കുറച്ചൊരു വ്യത്യാസമാണ്. ഇപ്പോൾ മുറിവുണ്ടായാൽ അവിടെ മാത്രം ഒരു മരുന്ന് പുരട്ടിയാൽ അലോപ്പതിയിൽ കുറയും. പക്ഷേ ആയുർവേദമാകുമ്പോൾ ഉള്ളിൽ കഷായം കഴിക്കണം. ബോഡിയെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഹീലിംഗ് ആണ്. രണ്ട് വ്യവസ്ഥയാണ്. മറ്റേ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് വേദന കുറയാനും കാര്യങ്ങൾക്കാണ്. ഈ ഇടുന്ന പെൻസിലിനായിരിക്കും ഇതിൻ്റെ മുറിവ് ഉണക്കുന്നത്. ആ ഒരു വേറെ കോമ്പിനേഷനാണ്. അപ്പോൾ പക്ഷെ എന്നാലും MBBSകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആയുർവേദക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഹോമിയോക്കാർ, അല്ലെങ്കിൽ സിദ്ധ, ഏത് മെഡിസിനും ആയിക്കോട്ടെ. നമുക്ക് MBBS വെച്ച് പറഞ്ഞു പോകാം, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. കുറേ കഴിയുന്നു, ശാസ്ത്രം പുരോഗമിക്കുന്നു, MBBS മാത്രം പോരാ, MD വരുന്നു, വീണ്ടും ശാസ്ത്രം പുരോഗമിക്കുന്നു. കണ്ണിന് ഡോക്ടർ, മൂക്കിന് ഡോക്ടർ, ചെവിക്ക് ഡോക്ടർ, വായ്ക്ക് ഡോക്ടർ, പല്ലിന് ഡോക്ടർ, നാക്കിന് ഡോക്ടർ, ഇങ്ങനെ വന്ന് വലത് കണ്ണിന് ഡോക്ടർ, ഇടത് കണ്ണിന് ഡോക്ടർ. ഇനി കണ്ണിൻ്റെ തന്നെ പല വിഭാഗത്തിന്, കണ്ണിന് വരുന്ന പ്രഷർ നോക്കാനൊരു ഡോക്ടർ, കണ്ണിൻ്റെ കാഴ്ച നോക്കാനൊരു ഡോക്ടർ, കണ്ണിൻ്റെ തന്നെ ഉപവിഭാഗങ്ങളുടെ 100 കണക്കിന് ബ്രാഞ്ചസ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും 100 കണക്കിന് ബ്രാഞ്ചസ് വന്നതുപോലെ പഴയ കാലത്തും ആദ്യം വേദങ്ങൾ ഉണ്ടാകുന്നു. വേദങ്ങൾക്ക് മുമ്പ് ചില ചിന്താ പദ്ധതികൾ ഉണ്ടായിരുന്നു, ചില രീതികൾ ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചവുമായിട്ടുള്ള സംവേദിക്കലിന് ചില രൂപശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സമാധിയെ ആരാധിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ പിന്നെ സൂര്യനെയും പാമ്പിനെയും വെള്ളത്തെയും വെളിച്ചത്തെയും ആകാശത്തെയും തീയും ഒക്കെ ആരാധിക്കുന്നതാവട്ടെ, നമുക്ക് ഗുണം തരുന്നതിനെയും പേടിയുള്ളതിനെയും രണ്ടിനെയും ആരാധിച്ചിരുന്നു. ഒന്നുകിൽ നമുക്ക് നല്ല ഗുണം തരുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയമുണ്ട് അതിനകത്ത്. അതും ഗുണം തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും മേന്മ വെച്ചുകൊണ്ടാണ്. നമുക്കൊരു ഗുണം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് സഹായകമാകുന്നവരെയും അതിനെതിർത്ത് നിൽക്കുന്നവരെയും ഒക്കെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ വേദവും സിദ്ധാന്തങ്ങളും ഉപനിഷത്തുകളും മഹാഭാരതവും രാമായണവും പുരാണങ്ങളും പിന്നെ ഇങ്ങനെ വന്ന് ബ്രാഞ്ചസായി അതിന് തന്നെ വിഷ്ണു പുരാണം വന്നു, ശിവപുരാണം വന്നു, ഓരോ ദേവി പുരാണം വന്നു, പിന്നെ അതിനകത്ത് വിഷ്ണുനാമ സഹസ്രം വന്നു, പിന്നെ ദേവി നാമസഹസ്രം വന്നു, പിന്നെ നാരായണീയം വന്നു. ഇങ്ങനെ ഞാൻ നേരത്തെ സയൻസിൻ്റെ ബ്രാഞ്ച്
മെഡിക്കൽ അലോപ്പതിയുടെ ബ്രാഞ്ച് പറഞ്ഞതുപോലെ ആദ്യം ശരീരം ഒന്നായി കണ്ടു, പിന്നെ അത് കാലിന് വേറെ, കൈക്ക് വേറെ, കണ്ണിന് വേറെ എന്നായി, പിന്നെ കണ്ണിന് 2 കണ്ണിന് വേറെ എന്നുള്ള ഡോക്ടർമാരായി, പിന്നെ ഓരോ കണ്ണിൻ്റെ ഓരോ പാർട്ടിനുമുള്ള ഓരോ പിന്നെ ഫംഗ്ഷനുമുള്ള ഡോക്ടർമാരായി. ഇപ്പോൾ കണ്ണാശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടാൽ പോരാ, അപ്പോൾ തന്നെ പല ഡോക്ടർമാരെ നമ്മളെ കാണിക്കേണ്ടി വരും. ഓരോരുത്തരും ഓരോ ഫംഗ്ഷനാണ് നോക്കുന്നത് കണ്ണിൻ്റെ. ആ നിലയിൽ ഇതിൻ്റെയും ബ്രാഞ്ചസ് ഉണ്ടായി. ഒരു ആൽമരം പോലെ കോടാനുകോടി ബ്രാഞ്ചസ് ഉണ്ടായി. ദൈവങ്ങളെയും അങ്ങനെ ഉണ്ടായി. ഭാവങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ വിവിധ ഭാഗങ്ങളെടുത്ത് നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. ലക്ഷ്മി ഒരു ഭാവമാണ്. പിന്നെ ധനത്തിൻ്റെ ഭാവം ലക്ഷ്മി, വിദ്യയുടെ ഭാവം അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടി സരസ്വതി പൂജ, സരസ്വതി അതാണ് വിദ്യാരംഭവും മറ്റു കാര്യങ്ങളും. അതുപോലെ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗണപതിയുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന്. പിന്നെ മരണവുമായി മൃത്യുഞ്ജയം അല്ലെങ്കിൽ പിന്നെ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, ബ്രഹ്മാവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, പിന്നെ ദേവിയുമായി, അങ്ങനെ ഓരോന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളും ക്രമങ്ങളൊക്കെ വന്നു. ഇത് വരുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ വീണ്ടും സ്ക്വയർ ഒന്നിലേക്ക് ചിന്തിക്കണം. സ്ക്വയർ ഒന്നിലേക്ക് ചിന്തിക്കുമ്പോൾ, നേരത്തെ മെഡിക്കൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്ക്വയർ ഒന്നിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അവയുടെ പരസ്പര ബന്ധവും പരസ്പര പൂരകമായിട്ടുള്ള കാര്യകാരണ വിശകലനങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ ഇപ്പോൾ പിന്നെ ഗായത്രി മന്ത്രമെടുത്താൽ സൂര്യഗായത്രി, വിഷ്ണു ഗായത്രി, ഗണപതി ഗായത്രി, ഇങ്ങനെ കുറേ ഉണ്ട്. അതിൽ സൂര്യഗായത്രി എടുത്താൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ആകാശത്തെയും അന്തരീക്ഷത്തെയും, ഞാൻ ശ്ലോകം ചൊല്ലുന്നില്ല, കാര്യം ശ്ലോകം അങ്ങനെ ഇരുന്ന് ചൊല്ലാനുള്ളതല്ല. ആകാശത്തെയും അന്തരീക്ഷത്തെയും ഭൂമിയെയും സകലതിനെയും ധോതിപ്പിക്കുന്ന, സകലതിനെ സഹായിക്കുന്ന ഈശ്വരൻ അല്ല നമ്മുടെ സൂര്യൻ, ആ സൂര്യനെയും കൂടി ധോതിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂര്യനെയും കൂടി പിന്നെ ജ്വലിപ്പിക്കുന്ന പരബ്രഹ്മമേ, പരമാത്മാവേ, ഞങ്ങൾ നിങ്ങളെ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടായിരിക്കണമേ. അപ്പോൾ ആകാശത്തിൻ്റെ ഗുണഗണങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ടായിരിക്കണമേ, അന്തരീക്ഷത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമേ, ഭൂമിയുടെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇതിനെ സർവ്വതിനും സവിധമായിട്ടുള്ള സകലതിനും ഭൂതകാരണമായിട്ടുള്ള സൂര്യൻ്റെ ചൂടും പ്രകാശവും ഒക്കെ എന്നെ ധോതിപ്പിച്ചു കൊണ്ടിരിക്കണേ. അതിനെയും ചിന്തിപ്പിക്കുന്ന ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളിട്ടിരിക്കുന്ന പേരാണ് ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഒക്കെ ഒരു പേര് ഞങ്ങളിട്ടിരിക്കുന്നു. അത് ഞങ്ങളെ ധോതിപ്പിക്കണേ, ഞങ്ങളിൽ ചൈതന്യം കൊണ്ട് തരണേ, ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണേ. ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും, പ്രത്യേകിച്ച് പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു തരത്തിൽ പ്രപഞ്ചം രൂപപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഘടകങ്ങളെ നമ്മൾ ആദരിക്കുകയും ആ ഘടകങ്ങളെ ബഹുമാനിക്കുകയും ആ ഘടകങ്ങളെ വളരെ പോസിറ്റീവായി എല്ലാ കാലവും എനിക്കും ഞങ്ങൾക്കും തരണമേ എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇന്ത്യൻ ആത്മീയത. അത് കേവലം ഭൗതികതയിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിലേക്ക് പോയി സഞ്ചരിച്ച് അങ്ങനെ പോകുന്നൊരു ധാരയല്ല. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു ഐഡലായിട്ടിരിക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവാണ്, അതൊരു മനുഷ്യനാണ്, ഒരാളാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതുപോലെ തന്നെ സ്വർഗം എന്നൊരു സങ്കല്പവുമില്ല. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ സ്വർഗം കാണാറാവും എന്നൊക്കെ പറയുന്ന ഒരു പ്രതീകമായിട്ട് പറയുന്നത്, അല്ലാതെ സ്വർഗം എന്ന് പറയുന്നൊരു സംവിധാനമില്ല. അതൊരു നിങ്ങൾക്ക് വസന്തം കിട്ടും എന്ന് പറയുന്നതാണ്. ആന പോലെ വലിപ്പമുണ്ടെന്ന് പറയുന്ന പോലെ, എലിയെപ്പോലെ ചെറുതാണെന്ന് പറയുന്ന പോലെ, കടലും കടലാടി എന്ന് പറയുന്ന പോലുള്ള ഉദാഹരണങ്ങൾ പറയുന്നതിൻ്റെ വലിപ്പം കാണിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസ്മരികത കാണിക്കാൻ വേണ്ടി സ്വർഗം എന്ന് പറയുന്നതാണ്. അല്ല, സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലമില്ല. ആകപ്പാടെ പറയുന്നത് നമ്മുടെ ആത്മാവ്, പിന്നെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം, ഇങ്ങനെ കുറേ തിയറിയാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലാതൊരു തിയറിയും ഇതിനകത്ത് ഇന്ത്യൻ സനാതനധർമ്മം പറയുന്നില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാ സംവിധാനങ്ങളും, ഇപ്പം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പൂജാരി വന്ന് നമ്മുടെ വീട്ടിൽ ഹോമം നടത്തുമ്പോഴോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോഴോ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ ഗംഗയിലെയും യമുനയിലെയും കാവാരിയിലെയും ജലം അല്ലെങ്കിൽ പിന്നെ തീർത്ഥം സമർപ്പയാമി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് സമർപ്പിക്കുന്നതാണ്. അപ്പം വെള്ളം കൊടുത്ത് ശുദ്ധീകരിക്കുക, വെള്ളം ഉപയോഗിച്ച് ശുദ്ധമാവുക, സൂര്യപ്രകാശത്തിന് കൊടുത്ത് ശുദ്ധീകരിക്കുക, സൂര്യപ്രകാശം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക, ഇങ്ങനെ ഭൂമിയും മണ്ണും വെള്ളവും പിന്നെ ആകാശവും സൂര്യനും ഇതുമായിട്ടുള്ള നദികളും പുഴകളും ഇതുമായിട്ടുള്ള കെട്ടുപാടുകളും അതുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെയുമാണ് ഈ ഇന്ത്യൻ സനാതനധർമ്മവും ഇന്ത്യയും ആത്മീയതയും മൊത്തം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വേദങ്ങൾ പഠിച്ചാലും അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ ഋഗ്വേദം നോക്കിക്കഴിഞ്ഞാൽ
ക്ഷമിക്കുക, ഋഗ്വേദം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിക്കുന്ന ജ്ഞാനമാണ് കൂടുതലുമുള്ളത്. ആ ജ്ഞാനം അറിവ് തേടുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഓം എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ യോഗ, എന്തിനാണ് യോഗ, ഇതെല്ലാം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയെയും ആ ഘടനയ്ക്കനുസരിച്ച് ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന മനസ്സിനെയും ആ മനസ്സിൻ്റെയും ഘടനയ്ക്കും അപ്പുറമുള്ളൊരു ജീവൻ്റെ കൺസെപ്റ്റും ജീവൻ കഴിഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ കൺസെപ്റ്റും പറയുകയും ഇതിൻ്റെ പ്രതിപ്രവർത്തന സങ്കലന കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ അല്ലാതെ ഇതിൽ നിന്ന് വിട്ടുമാറി മറ്റെവിടെയോ ഇരിക്കുന്ന ഒരു വസ്തുവായിട്ട് പറയുന്നേ ഇല്ല, അങ്ങനെ ഒരു ചിന്തയുമില്ല. അപ്പോൾ തിരിച്ച് ചിന്തിക്കുക. അപ്പോൾ ജ്ഞാനത്തെ സംബന്ധിക്കുന്ന പറയുന്ന ഋഗ്വേദത്തെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത കർമ്മത്തിലേക്ക് കയറുന്ന അടുത്ത യജുർവേദത്തിലേക്ക് കയറുകയും അതുപോലെ തന്നെ ആനന്ദം പോലുള്ള കാര്യങ്ങളിൽ സമവേദത്തിലേക്ക് പോവുകയും അവിടെയാണ് യാഗവും യജ്ഞമൊക്കെ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പൂജ, പ്രാർത്ഥന, അങ്ങനത്തെ കഥകളൊക്കെ വരും. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നിലനിർത്തുന്നതിനാവശ്യമായ 2 കാര്യങ്ങൾ നിലനിർത്തണം. ആത്മീയമായ നിലനിർത്തലുമുണ്ട്, ഭൗതികമായൊരു നിലനിർത്തലുമുണ്ട്. ഭൗതികമായ നിലനിർത്തലിൻ്റെ ഭാഗമായിട്ടാണ് ആയുസ്സിനെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും വാദം, പിത്തം, കഫം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളെക്കുറിച്ചും അതിൻ്റെ കഥകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിരിക്കുന്നത് ഞാനീ പറഞ്ഞ പ്രപഞ്ചവുമായി മനുഷ്യനുമായിട്ടുള്ള പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കൽ മാത്രമേ ഉള്ളൂ. ആ താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു വേ ഓഫ് ടീച്ചിങ്, അല്ലെങ്കിൽ ആ താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു ടൂൾ, അല്ലെങ്കിൽ ഒരു ഉപകരണം, അല്ലെങ്കിൽ ഒരു പഠന മാധ്യമം ആണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരു പഠന വഴിയാണ്. ആരാണ് നീ, ആരാണ് ഞാൻ എന്നറിയാൻ, അതിൽ നിന്ന് ഈ പറയുന്ന പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമറിയാൻ, പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളെ ബന്ധമറിയാൻ, കൂടുതൽ സാത്വികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെയുള്ള മനസ്സിലാക്കലാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ അറിഞ്ഞാൽ വളരെ രസകരമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗായത്രി മന്ത്രങ്ങൾ എടുത്താലും വേദമന്ത്രങ്ങൾ എടുത്താലും അല്ലെങ്കിൽ പിന്നെ ഏത് മന്ത്രം എടുത്താലും അതിൻ്റെ എല്ലാം മലയാള അർത്ഥത്തിലേക്ക് പിരിച്ച് പഠിച്ചു വരുമ്പോൾ പറയുന്നത് ഈ പ്രപഞ്ചവുമായും മനുഷ്യനുമായി, പ്രപഞ്ചത്തിലെ ആകാശവുമായും ഭൂമിയുമായും വെള്ളവുമായും അഗ്നിയുമായും വായുവുമായും അന്തരീക്ഷവുമായും മറ്റു ചരാചരങ്ങളുമായും നദികളുമായും പുഴകളുമായും തോടുകളുമായും വെള്ളവുമായും കുളങ്ങളുമായും അങ്ങനെ എല്ലാമായും ഉള്ള ഈ ഒരു ബന്ധമുണ്ടല്ലോ, ഈ ഒരു പാരസ്പര്യ ബന്ധം, ഇതാണ് പറയുന്നത്. ഇത് തന്നെയല്ലേ ആധുനിക ശാസ്ത്രവും പറയുന്നത്. ഈ ബന്ധങ്ങളുടെയും പരസ്പര ബന്ധം അല്ലാതെ മറ്റെന്തെങ്കിലും ശാസ്ത്രം പറയുന്നുണ്ടോ? സ്ഥലത്തിൻ്റെയും സ്പേസ്, മാറ്ററിൻ്റെയും വസ്തുക്കളുടെയും എനർജി, ഊർജത്തിൻ്റെയും കഥയല്ലേ ഇതും പറയുന്നുള്ളൂ. അവിടെ പറയുമ്പോൾ ഒരു സൂക്ഷ്മതലവുമുണ്ട്, ഒരു സ്ഥൂലതലവുമുണ്ട്. നാം കാണുന്ന സ്ഥൂലതലമുണ്ട്, കാണാൻ പറ്റാത്തൊരു സൂക്ഷ്മതലമുണ്ട്. ആ വസ്തുക്കളിലും അങ്ങനെ തന്നെയാണല്ലോ. നാം മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന സ്ഥൂലതലത്തിലാണ് ഈ ഭൗതിക വസ്തുക്കളെല്ലാം കാണുകയും മറിക്കുകയൊക്കെ ചെയ്യുന്നത്. സൂക്ഷ്മതലം വേറെയാണല്ലോ. സൂക്ഷ്മതലം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ ഘടകങ്ങളിലേക്ക് പോകുന്ന വേറൊരു തലമുണ്ടല്ലോ. ആറ്റത്തിൻ്റെയും തന്മാത്രയിലേക്ക് പോകുന്ന മറ്റൊരു തലമുണ്ട്. ആ കുറച്ചുകൂടി വേറൊരു സൂക്ഷ്മതലത്തിൽ ചിന്തിക്കലാണ് ഭാരതത്തിൻ്റെ ചിന്തയായി വന്നത്. എന്താണ് ഈ മനുഷ്യൻ അടിസ്ഥാനപരമായി എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു, ഈ പ്രപഞ്ചം അടിസ്ഥാനപരമായി എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഏതൊക്കെ ഘടകങ്ങളാണുള്ളത് എന്നുള്ള ചിന്തയിലാണ് അണുസിദ്ധാന്തവും കണികാ സിദ്ധാന്തവും ഒക്കെ ഭാരതത്തിൽ വികസിച്ച് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ ഭാരതത്തിൻ്റെ ചിന്തകളിലൂടെ കയറിപ്പോയതിൻ്റെ ഒരു ആധുനിക ശാസ്ത്രം മാത്രമാണ് ലോകത്ത് വന്നിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഈ പറയുന്ന പോലെ പ്രപഞ്ചം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിൽ പ്രപഞ്ചം ഏതോ വസ്തുക്കളായിട്ട് ഇങ്ങനെ വന്നു, അത് പൊട്ടി, ആരാ പൊട്ടിച്ചത്, പൊട്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ സംബന്ധിച്ച് ശാസ്ത്രവും ഇന്നും പല കാര്യങ്ങളിലും സംശയമാണ്. അതുകൊണ്ടാണല്ലോ ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകൾക്ക് നമ്മുടെ വന്ന ഭൗതിക ശാസ്ത്രജ്ഞരെല്ലാം, രസതന്ത്ര ശാസ്ത്രജ്ഞരാവട്ടെ, ഫിസിക്സിൻ്റെ ശാസ്ത്രജ്ഞനാകട്ടെ, ഊർജ്ജതന്ത്ര അവരെല്ലാം അവസാനം ചെന്നെത്തി നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു വിസ്മയത്തിലാണ്, ഒരു അത്ഭുതത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന ആ വിസ്മയത്തെ, ആ അത്ഭുതത്തെ പിന്നിലുള്ള ഊർജത്തെ, അത് ഈ പറയുന്ന സൗരോർജ്ജമോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിലെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, ആ ഊർജ്ജമല്ല, അതിനപ്പുറമുള്ള നാം ഫിസിക്സിൽ പഠിക്കുന്ന ഊർജത്തിനപ്പുറമുള്ള ഒരു സ്രോതസ് ഈ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്
ഈ ഗാലക്സികളിലുണ്ട്. അതാണ് ഇതിനെയൊക്കെ നിലനിർത്തുന്നത്. അപ്പോൾ ആറ്റത്തിനകത്തുള്ള ഊർജം ഏതാണ്? ആറ്റത്തിനകത്തുള്ള കണികകൾ ഏതാണ്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അകത്തുള്ള ആ ഊർജം ഏതാണ്? അത് കേവല സൗരോർജ്ജത്തിനും മറ്റ് കൈനറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള എനർജിക്കൊക്കെ അപ്പുറമുള്ള ആ ഒരു എനർജി എന്താണ്? ആ ഉന്മ ഏതാണ്? അതൊരു ചിന്തയാണോ? അതൊരു ബോധമാണോ? അതെന്താണ്? അതാണ് ഈ സർവ്വവും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഭാരതീയ ചിന്ത മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ, ഇതിപ്പോൾ അല്ലാതെ മറ്റൊരു ഘടകവും ഭാരതീയ ചിന്ത ആർക്കും ലോകത്ത് കൊടുത്തിട്ടില്ല, അങ്ങനെ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ഈ പ്രകൃതിയുടെ ഈ ഘടകങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ ഈ ഘടകങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ ആ ഘടകങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമുക്കിരിക്കുന്നതിന് വേണ്ടി ഇതുപോലത്തെ സംവിധാനം ചെയ്തിരിക്കുന്നു, കസേര, മേശ എന്ന് പറയുന്ന പോലെ, നടക്കുന്നതിന് വേണ്ടി വഴി എന്നൊക്കെ പറയുന്ന പോലെ, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇത് മനസ്സിലാവണമല്ലോ, നമുക്കൊരു കാര്യം മനസ്സിലാവണമല്ലോ. മനുഷ്യൻ ഇങ്ങനെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാനുള്ള ടൂളുകളാണ്, മനസ്സിലാക്കാനുള്ള വഴികളാണ് സ്പിരിച്വാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു രീതിയാണ് യോഗ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ശരീരത്തിൻ്റെ ശരീരവും മനസ്സുമായുള്ള ബന്ധവും അതിൻ്റെ മാനസിക തലത്തിലേക്ക് ഉയരാനുള്ള മാർഗങ്ങളുമൊക്കെ അന്വേഷിക്കലാണല്ലോ യോഗ. അതാണല്ലോ എൻ്റെ പ്രധാനം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് അങ്ങനെ ചിന്തിക്കാം നമുക്ക്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളിൽ നിന്ന് കാടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് മാനവികരായി മാറി പോകുന്നതിന്, ഇന്നലകളിൽ നിന്ന് കുറേ കൂടി ഉയരങ്ങളിലേക്ക് പോകുന്നതിന്, ഇന്നിവിടെ ഈ ജീവിച്ചു കഴിഞ്ഞാലും ശരീരം വിട്ടുപോയാലും പിന്നെ കുറേ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട്, കഴിഞ്ഞ കുറേ കാലങ്ങൾ നിലനിന്നതിൻ്റെ ബാക്കിപത്രമാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അതിന് നമ്മൾ പല പേരിട്ടിരിക്കുന്നു. പണ്ട് ജന്മം ഉണ്ടായിരുന്നു, പുനർജന്മം, ഇനിയും ജന്മമുണ്ട്, പുനർജന്മം, വീണ്ടും പുനർജന്മം, ദേഹം ഉണ്ട്, ശരീരം, അതിനകത്തൊരു ദേഹി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ പുറത്തു പോകുന്നത്. അപ്പോൾ ദേഹം വിട്ട് ദേഹി പോകുന്നു. ഷർട്ട് മാറുന്നത് പോലെയാണ്, ബോഡി ഷർട്ട് മാറുന്നത് പോലെയാണ്, ഒന്നിനെ വിട്ട് അടുത്തിനെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കഥയാണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനോഹരമായി ഇത് പഠിക്കാൻ പറ്റും. അല്ലാതെ ആത്മീയത വേറെ, ഭൗതികത വേറെ, ഇതിൽ നിന്ന് വിട്ട് വേറെ ഏതോ ലോകത്തേക്ക് പോയി നമ്മൾ കാവ്യമൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച്, ഞാനിപ്പോൾ താടി വളർത്തിയിരിക്കുന്നു, താടിയൊക്കെ വളർത്തി അങ്ങനെ ഒരു ഭൗതിക ജീവിതമൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന, ഹിമാലയത്തിൽ നടക്കുന്ന, അതല്ല ആത്മീയത പറയുന്നത്. അതേസമയം തിരിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രകൃതിയെക്കുറിച്ച്, ഈ പ്രകൃതിയുടെ രീതിശാസ്ത്രത്തെക്കുറിച്ച് അറിയുക ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ അറിയുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ എവിടെയാണെന്നറിയണം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ പദവിയല്ല, എൻ്റെ സ്ഥാനം അതിനകത്ത് എവിടെയാണെന്നറിയാം. ഈ പ്രപഞ്ചത്തിലെ ഈ സകല ചരാചരങ്ങളിൽ എൻ്റെ സ്ഥാനം എവിടെയാണെന്നറിയണം. ഞാൻ എന്തൊക്കെ ആയിട്ടാണ് എന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നോക്കണം, എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കണം. അതെങ്ങനെ എനിക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓരോ ദിവസം കഴിയുന്നതോറും അതെങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതെൻ്റെ മാനസിക ചിന്തയുടെ വളർച്ചയാവട്ടെ, എൻ്റെ ശാരീരിക ചിന്തകളുടെ വളർച്ചയാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ ബൗദ്ധിക വനത്തിലുള്ള ചിന്തകളുടെ വളർച്ചയാകട്ടെ, എൻ്റെ വികാരതലത്തിലുള്ള ചിന്തകളുടെ നിയന്ത്രണമാകട്ടെ, വികാരചിന്തയെ വല്ലാതെ വളർത്തലല്ലോ, നിയന്ത്രണമാകട്ടെ, ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നതും ഈ ബന്ധമാണ് നമ്മൾ പറയുന്നതും. ഈ ബന്ധത്തെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വികസിപ്പിക്കേണ്ടത്. അത് വികസിപ്പിക്കാനുള്ളൊരു ടൂളായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ കണ്ടാൽ നമുക്ക് പഠിക്കാനൊരു ടൂൾ വേണം, ഒരു ലാംഗ്വേജ് വേണം ഇത് പഠിക്കാൻ. ആ ലാംഗ്വേജാണ്, ആ ഭാഷയാണ് സ്പിരിച്വാലിറ്റിയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ സനാതനധർമ്മം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ചാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്കും ഉന്നതിയിലേക്കും മനുഷ്യജീവനുകൾക്ക് പോകാൻ കഴിയും.